ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് 3 സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറന്നല്ലോ അല്ലേ, അപ്പം കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു വിടാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യത്തെ എൻ്റെ റെസിപ്പി ഒരു പാൻ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് വെക്കുക. ഇനി അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിപ്പിച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ആണ് ചേർത്ത് കൊടുക്കുന്നത്, അതും ചേർക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സ്മൂത്ത് ബാറ്റർ ആക്കി എടുക്കണം. അപ്പോൾ തിക്നെസ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പാൻ കേക്ക് തയ്യാറാക്കുക. അതിന് വേണ്ടി ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പഴം ചെറുതാക്കി വട്ടത്തിൽ മുറിച്ചിട്ട് ഒന്ന് പാനിൽ ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതേ രീതിയിൽ ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരം പഴം വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇനി നമ്മൾ ബാറ്റർ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം പഴമൊക്കെ കവറാവുന്ന രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ആയോ നോക്കാൻ വേണ്ടി ഞാനൊന്ന് ടൂത്ത് പിക്ക് യൂസ് ചെയ്തൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇനി അടി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് മറിച്ചിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു 5 മിനിറ്റ് കൂടെ അടിഭാഗം ഒന്ന് വേവിച്ച് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ജസ്റ്റ് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ അടുത്ത റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബ്രെഡ് ഞാൻ ഉൾവശം ഇങ്ങനെ 4 ഭാഗം ഒന്ന് മുറിച്ച് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡും ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് എഗ്ഗ് മിക്സ് വേണം. അപ്പോൾ അതിന് വേണ്ടി 2 എഗ്ഗ് എടുക്കുക. അതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പാൽ ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് അതിൻ്റെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി പാൻ ചൂടാകുമ്പോൾ ഒരിത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ബ്രെഡ് മുറിച്ചതുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ പഴം വട്ടത്തിൽ മുറിച്ചിട്ട് തന്നെ അതൊന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ എഗ് മിക്സ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതും ഒഴിക്കുക. ഇനി നമ്മൾ ബ്രെഡ് മുറിച്ച് വെച്ച കഷ്ണം ഉണ്ടല്ലോ അതും അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു വശം ആകുമ്പോൾ മറിച്ചിട്ടിട്ട് അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും അങ്ങനെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ജസ്റ്റ് എഗ് മിക്സ് ഒഴിക്കുമ്പോൾ ആ ബ്രെഡ് ആദ്യം വെക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അടി കൂടെ ആ എഗ്ഗൊക്കെ ഒന്ന് ഒലിച്ചു പോരും. അപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതാ രണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്നാക്കും റെഡിയാണ്. ഇനി മൂന്നാമത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ചൂടാകുമ്പോൾ ഓയിൽ ചൂടാക്കി എടുക്കുന്നുണ്ട് കുറച്ച്. ഇനി അതിലേക്ക് ഒരു പഴം ഞാൻ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു എഗ്ഗ്, കുറച്ച് ഏലക്കായും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതും ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം മാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ജസ്റ്റ് അതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ഇവിടെ 4 വശവും മുറിച്ചിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക, പരത്തി കൊടുത്തിട്ട് അതിൽ നമ്മൾ പഴത്തിൻ്റെ മിക്സ് ഒന്ന് നടുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക ബ്രെഡ്. ഇത്രയേ ഉള്ളൂ പണി, വളരെ പെട്ടെന്ന് കഴിയും. സൈഡൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാം ആക്കിയെടുക്കുക. ഇനി അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ആക്കി വെച്ച ബ്രെഡ് ഓരോന്നും വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലാം എടുത്ത് ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് ആകുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ട് നമുക്ക് 2 വശവും നല്ലോണം ടോസ്റ്റ് ചെയ്ത് നല്ലോണം ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം. അപ്പോൾ അതാ മൂന്നാമത്തെ സ്നാക്കും ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന 3 ഐറ്റംസാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.